ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ഇടയ്ക്കിടയ്ക്ക് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. അതായത് വണ്ടി ഓടി കുറേ ചൂടായി കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഒരു 3-4 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പ്രശ്നം കാണിക്കില്ല. അത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുക. അതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. വണ്ടി സ്റ്റാർട്ട് ആവില്ല, റണ്ണിങ്ങിൽ ഓഫായി പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ വണ്ടി കയറ്റി ചെക്ക് ചെയ്തു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ പ്ലഗിനകത്തേക്ക് ഈ കോയിലിൽ നിന്ന് കറണ്ട് വരുന്നില്ല. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ CDI എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ ഈ ഭാഗത്താണ് പ്രശ്നം. അതിൻ്റെ നിലവിൽ ഇതിവിടെ പറഞ്ഞ സോക്കറ്റുകൾ ക്ലാബൊക്കെ പിടിച്ച് ഒരു ലൂസ് കോണ്ടാക്റ്റ് പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേറെ ഇപ്പോൾ ഇവിടെ നിന്ന് എത്ര ലെങ്ത് ഉള്ളൂ, അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് ഫുള്ള് നമ്മൾ ഒരു റിപ്പയർ കിറ്റ് മേടിച്ച് സോൾഡർ ചെയ്ത് എടുത്തതാണ് കേട്ടത്. ഇപ്പോൾ നിലവിലെ റിപ്പയർ കിറ്റാണ് മേടിച്ചാൽ 111 രൂപയാണ് നമുക്ക് കിറ്റിൻ്റെ വില വരാം. ഇത് ആക്റ്റീവയ്ക്ക് വന്ന മോഡലാണ്, പക്ഷേ നമുക്ക് ഇതിന് കറക്റ്റ് സൂട്ടബിളാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരാമെന്ന് വെച്ചാൽ വയറിങ് കിറ്റേപ്പാടി നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. കാരണം ഞാൻ ഇത് വയറിങ് കിറ്റിൻ്റെ കൂട്ടത്തിലാണ് വരാറ്. അപ്പോൾ റിപ്പയർ കിറ്റ് ഉള്ളത് കൊണ്ട് ആക്റ്റീവയ്ക്ക് വന്നതാണ്, പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് കൺവേർട്ടാക്കി നമ്മൾ കയറ്റി സോൾഡർ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ CDI യൂണിറ്റിനും ഈ ക്ലാബ് ഉള്ള കംപ്ലയിൻറ്റും ഒരേ രീതിയിലാണ് കാണിക്കുക. കാരണം എന്ന് വെച്ചാൽ CDI യൂണിറ്റിന് ഇനിയിപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചാൽ ഈ CD യൂണിറ്റിൻ്റെയാണ് ഈ പ്രശ്നം കേട്ടോ. ഈ ശരിക്കും പറഞ്ഞാൽ ഇതിന് ലൂസ് കോൺടാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇതിന് കൊടുത്തു എന്നുള്ളൂ. ഇത് നമ്മൾ മാറ്റി 99% അതുമ്പോൾ ക്ലിയർ ആവേണ്ടതാണ്. കാരണം CDI ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും പ്രോബ്ലം കാണിച്ചിട്ടുണ്ടായില്ല. എന്നാൽ വയറിംഗ് കിറ്റ് ഇത് നമ്മൾ മാറ്റിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വയറിങ്ങിൻ്റെ ഈ സോക്കറ്റിൻ്റെ തന്നെയാണെന്നാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാവുക. അപ്പോൾ നമ്മളത് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പ്ലഗിലേക്ക് കറണ്ട് സപ്ലൈ ചെയ്യുന്ന HT കോയിൽ എന്ന് പറഞ്ഞ ഈ യൂണിറ്റ്, അതിൻ്റെ ഇവിടെ ഈ പ്ലഗ് അഡാപ്റ്റർ വന്ന ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്ലീവൊക്കെ പോയിട്ട് ഇവിടെ ഒരു എർത്തിങ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിച്ചത് അതിൻ്റെയാണ്. പക്ഷേ ഈ കോയിൽ അസംബ്ലി നമുക്ക് ചേഞ്ച് ചെയ്തിടണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പ്ലഗ് അഡാപ്റ്റർ വന്ന ഭാഗത്ത് ഇവിടെ നോക്കുമ്പോൾ ഒട്ടും കട്ടിയില്ലാത്ത രീതിയിലേക്ക്, കാരണം ഇവിടെ കട്ടായിട്ടുണ്ട് തന്നെയല്ല ഇവിടുന്ന് എർത്തിങ് ആവണുണ്ട്. അപ്പോൾ അത് പിന്നീട് വണ്ടി നനയണ സമയത്തൊക്കെ, വണ്ടി ഇപ്പോൾ ഒരു വെള്ളത്തിൽ ഓടുന്ന സമയത്തോ അതല്ലെങ്കിൽ തന്നെ എവിടെയെങ്കിലും ബോഡിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എർത്തിങ് വരും. അപ്പോൾ നമ്മളത് പുതിയൊരു കോയിൽ മേടിച്ചിട്ട് അത് മാറ്റണമുണ്ട് കേട്ടോ. അതും കൂടി കൂട്ടത്തിൽ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ഓൾറെഡി ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് അതിൻ്റെ അല്ലെങ്കിൽ കൂടി ഈ സെയിം പ്രശ്നം ഇതും കൊണ്ട് കാണിക്കും. അപ്പോൾ അതാണ് നമ്മൾ കോയിൽ അസംബ്ലി മാറ്റിയിടണം കേട്ടോ. അത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോണ്ടയിൽ അവൈലബിൾ അല്ല, ഞാൻ ഹീറോന്ന് വരുത്തിയിട്ടുണ്ട്. 235 രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നത് കേട്ടോ കോയിൽ അസംബ്ലിയുടെ. പിന്നെ നമുക്കിത് സോൾഡർ ചെയ്ത് കയറ്റിയതിൻ്റെയൊക്കെ സർവീസ് ചാർജും വരും. അപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇതിൻ്റെ ആയിരുന്നു, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 99% നമുക്കതിനെ കൺഫേം ആണ് ഇന്ന സംഭവമാണെന്നുള്ളത്. CDIയുടെ പ്രശ്നം കൊണ്ടാണെങ്കിൽ CDI ഹീറ്റിംഗ് കാണിക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി ടെസ്റ്റ് ഡ്രൈവ് കൂടി നടത്തിയതിന് ശേഷം നമുക്ക് എടുക്കാം. ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന കണ്ടീഷനിൽ ചെയ്യാം. അതിനിടയിലൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും കാണിക്കണ്ടോ എന്നൊക്കെ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര വരും നമുക്ക് ഏകദേശം ഒരു ധാരണ വേണമല്ലോ. നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ.